നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമനങ്ങളിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യം യുവമോർച്ച പ്രവർത്തകർ കേന്ദ്ര സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ഇൻഷുറൻസ് പ്രീമിയം തുക കൂട്ടി. മോട്ടോർ തൊഴിലാളികൾ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അന്തർദേശീയ ഫുട്ബോൾ താരങ്ങളെത്തുന്നു. അതിയാമ്പൂരിലെ സംസ്ഥാന ക്ലബ്ബ് ഫുട്ബോൾ മേള ആവേശത്തിലേക്ക്. തപാൽ മേഖലയും സ്വകാര്യവൽക്കരിക്കാൻ നീക്കം. സ്വകാര്യവൽക്കരണ നയത്തിൽ പ്രതിഷേധിച്ച് തപാൽ ജീവനക്കാർ സംരക്ഷണ ശൃംഖല തീർക്കും. SSLC മൂല്യനിർണ്ണയ ക്യാമ്പിൽ അധ്യാപകരുടെ പ്രതിഷേധം. വിവിധ യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്ത്. ഉന്നത നിലവാരമുള്ള കോഴ്സുകളും കോളേജും അനുവദിക്കണം. കാഞ്ഞങ്ങാട് വികസന വേദി നേതാക്കൾ വൈസ് ചാൻസലറെ കണ്ടു. ചാമുണ്ടിക്കുന്ന് മീത്തലവീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് ഉത്സവത്തിനൊരുങ്ങി കൂവമളക്കൽ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർവകലാശാലയിലെ നിയമനത്തിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ പ്രതിഷേധം. യുവമോർച്ച പ്രവർത്തകർ കേന്ദ്ര സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. പെരിയ ടൗണിൽ നിന്നും കേന്ദ്ര സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് കേന്ദ്ര സർവകലാശാലയുടെ പ്രവേശന കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു. പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപക നിയമനത്തിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരിക, ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞിട്ടും രജിസ്ട്രാർ ഇൻചാർജ് ആയി തുടരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് യുവമോർച്ച സംസ്ഥാന ട്രഷറർ വിജയ്കുമാർ റായ് ഉദ്ഘാടനം ചെയ്തു. VCയെ കാണാൻ പോകുന്ന സമയത്താണ് VCയോട് എന്ത് ചോദിച്ചാലും ആളെ പറയുക അതൊക്കെ ചെയ്തത് രജിസ്ട്രാണ്. ഇവിടെയുള്ള പല തട്ടിപ്പുകളും പടന്നക്കാടിലുള്ള സബ് ആയിട്ടുള്ള അവിടെയുള്ള ബിൽഡിങ്ങും അതുപോലെ തന്നെ നായ്മാർമൂലയിലെ ഉള്ള ബിൽഡിംഗ് തന്നെ അവിടെയുള്ള വാടക മാസ വാടകയിൽ തന്നെ ഇത്ര സമയമായി 1 കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാത്ത ഏജൻസി പറയുന്ന ഒരു സെക്യൂരിറ്റി ഏജൻസിയിൽ 58 സ്റ്റാഫ് ഉണ്ട് പറഞ്ഞുകൊണ്ട് കേവലം 42 സ്റ്റാഫ് വെച്ചുകൊണ്ട് ഇത്ര വർഷമായി തട്ടിപ്പ് നടന്നിട്ടും ഒരു ആക്ഷൻ എടുക്കാത്ത ഒരു VC ആണ്. ഒരു ആണും പെണ്ണുകെട്ട പോലെയാണ് ഇവിടെ ഇരുന്നിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് PR സുനിൽ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി AP ഹരീഷ് സ്വാഗതം പറഞ്ഞു. സമരത്തിന് ബാലകൃഷ്ണൻ ബന്ദിയോട്, ധനഞ്ജയ മധൂർ, പപ്പൻ പരവനടുക്കം, ശ്രീജിത്ത് പറക്കളായി, രാകേഷ് കൊടവലം തുടങ്ങിയവർ നേതൃത്വം നൽകി. സംയുക്ത മോട്ടോർ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത്. പുതിയ ബജറ്റ് നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചതിനെതിരെ സംയുക്ത മോട്ടോർ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. അഡ്വക്കേറ്റ് MC ജോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിലെ മോട്ടോർ തൊഴിലാളികളെ നിങ്ങൾക്കറിയാം. 2014 ഡിസംബർ 18 നമ്മൾ പാർലമെന്റിലേക്ക്
നമ്മുടെ രാജ്യത്തെ എല്ലാ തൊഴിലാളി സംഘടനകളും യോജിച്ച് മോട്ടോർ തൊഴിലാളി മേഖലയിലെ ഫെഡറേഷനുകളുടെ യോജിച്ച പാർലമെന്റ് മാർച്ച് നമ്മൾ നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ തൊഴിലാളികൾ നടത്തിയ ഏറ്റവും കരുത്തുറ്റ ധർണ, ആ ധർണാ പരിപാടിയും ആയിരക്കണക്കായ തൊഴിലാളികൾ പങ്കെടുത്ത പരിപാടിയായി. KV ബാബു അധ്യക്ഷനായി. ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് സമരം നടന്നത്. K ഉണ്ണി നായർ, കാറ്റാടി കുമാരൻ, K വിജയകുമാർ, കരീം കുശാൽ നഗർ, KV വിനോദ്, V ശശി, KN ശശി, സത്യനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ തപാൽ മേഖല സ്വകാര്യവൽക്കരിക്കാനും കമ്പനിവൽക്കരിക്കാനുമുള്ള നീക്കത്തിനെതിരെ ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നു. സമരത്തിന്റെ മുന്നോടിയായി ചൊവ്വാഴ്ച തപാൽ സംരക്ഷണ ശൃംഖല തീർക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. 150 വർഷത്തിലേറെ കാലം പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്ത്യൻ തപാൽ വകുപ്പിനെ കമ്പനിവൽക്കരിക്കുന്നതിനും സ്വകാര്യവൽക്കരിക്കുന്നതിനുമെതിരെ ജീവനക്കാർ പ്രതിഷേധം ആരംഭിച്ചു. കമ്പനിവൽക്കരണത്തോടെ BSNL നേരിടുന്ന പ്രതിസന്ധിയേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളായിരിക്കും തപാൽ മേഖലയും അഭിമുഖീകരിക്കേണ്ടി വരികയെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ബാങ്കിംഗ്, ഇൻഷുറൻസ്, ടെലികോം, റെയിൽവേ, പ്രതിരോധം തുടങ്ങി സമസ്ത മേഖലകളെയും കോർപ്പറേറ്റുകൾക്ക് തിരെഴുതി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമാണ് തപാൽ മേഖലയുടെ കമ്പനിവൽക്കരണവും. തപാൽ സർവീസ് പൊതു ഉടമകളിൽ തന്നെ നിലനിർത്തണമെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ച് ഈ രംഗത്തെ പ്രമുഖ സംഘടനകളായ NFPE, FNPO ഫെഡറേഷനുകൾ ദേശീയ തലത്തിൽ ഐക്യവേദി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മെയ് 6 മുതൽ സ്വകാര്യവൽക്കരണ വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി അനിശ്ചിതകാല പണിമുടക്ക് നടത്തും. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് ജില്ലാ കേന്ദ്രങ്ങളിൽ തപാൽ സംരക്ഷണ ശൃംഖല തീർത്ത് സ്വകാര്യവൽക്കരണ വിരുദ്ധ സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പോസ്റ്റൽ മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. പോസ്റ്റൽ മേഖല ഇപ്പോൾ പുതിയ ഗവൺമെൻറ് NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കമ്മിറ്റിയെ നിയമിച്ചു. റിട്ടയർഡ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള TSR സുബ്രഹ്മണ്യം ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി, ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി. ആ കമ്മിറ്റി ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ 6 യൂണിറ്റാക്കി മാറ്റുന്നതിന് വേണ്ടിയും അതിൽ 5 യൂണിറ്റിനെ കമ്പനിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. സംയുക്ത സമരസമിതി ഭാരവാഹികളായ PV രാജേന്ദ്രൻ, CK അശോക് കുമാർ, MC രാധാകൃഷ്ണൻ, കുമാരൻ നമ്പ്യാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായി സംസ്ഥാന ക്ലബ്ബ് ഫുട്ബോൾ മേള. അതിയാമ്പൂർ പാർക്കോ ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത്. അന്തർദേശീയ താരങ്ങൾ അണിനിരക്കുന്ന സംസ്ഥാന ക്ലബ്ബ് ഫുട്ബോൾ മേള ആസ്വാദകരിൽ ആവേശമാവുകയാണ്. ഞായറാഴ്ച ടൗൺ ടീം കോഴിക്കോടും സിറ്റിസൺ ഉപ്പളയും തമ്മിലാണ് മത്സരം നടന്നത്. ഹോസ്തൃക് CI U പ്രേമൻ കായിക താരങ്ങളെ പരിചയപ്പെട്ടു. വാശിയേറിയ മത്സരത്തിൽ എതിരില്ലാതെ 2 ഗോളുകൾ നേടി സിറ്റിസൺ ഉപ്പള ജേതാക്കളായി. അന്തർദേശീയ ഫുട്ബോൾ താരങ്ങൾ അണിനിരക്കുന്ന ടീമുകൾ ഇനിയും മത്സരരംഗത്ത് ഇറങ്ങാനുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട്, FC മമ്പാട്, ടൗൺ ടീം തൃക്കരിപ്പൂർ, ടൂട്ടേഴ്സ് പടന്ന, സൂപ്പർ സോക്കർ, ബിച്ചാരിക്കടവ് തുടങ്ങിയ ടീമുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ മത്സരിക്കാനെത്തും. SSLC മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ അധ്യാപകരുടെ പ്രതിഷേധം തുടരുന്നു. KSTA പിന്നാലെ നീലേശ്വരം ക്യാമ്പിൽ നാഷണൽ ടീച്ചേഴ്സ് യൂണിയനും പ്രതിഷേധവുമായി രംഗത്തെത്തി. കരിദിനം ആചരിച്ചായിരുന്നു ഇവരുടെ പ്രതിഷേധം. SSLC +2 മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്താതെ അധ്യാപകരെ ദുരിതത്തിലാഴ്ത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. NTU നേതാക്കൾ നേതൃത്വം നൽകി പ്രതിഷേധ പ്രകടനവും നടത്തി. മൂല്യനിർണ്ണയത്തിന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കുക, അർഹമായ യാത്രാഭത്ത അനുവദിക്കുക, ക്യാമ്പിലെ പരിശോധനാ മുറികൾ, ഫാൻ, എയർ കണ്ടീഷൻ, കുടിവെള്ള സാധ്യതകൾ ഏർപ്പെടുത്തുക എന്നിവയായിരുന്നു ആവശ്യങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം പരീക്ഷാ സെക്രട്ടറിയോടും ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടതായി NTU ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അറിയിച്ചു. 100 കണക്കിന് അധ്യാപകർ ഓരോ മൂല്യനിർണ്ണയ ക്യാമ്പുകളിലും സംസ്ഥാനത്താകെ ഇന്ന് പങ്കെടുക്കുന്നു. നമുക്കറിയാം, സംസ്ഥാനത്തുള്ള മൂല്യനിർണ്ണയ ക്യാമ്പുകളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല. കുടിവെള്ളമോ ഫാനോ ഇരിക്കാൻ ബെഞ്ചോ ഡെസ്കോ മേശയോ അങ്ങനെ ഒരു സൗകര്യങ്ങളും സാധാരണ ഏർപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഈ ഇന്നത്തെ മൂല്യനിർണ്ണയ ക്യാമ്പിൻ്റെ ഈ പ്രാവശ്യത്തെ മൂല്യനിർണ്ണയ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ അധ്യാപകരുടെ എണ്ണം കൂടുതലാണ്. അതിനനുസരിച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഗവൺമെൻറ് ഏർപ്പാടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് അധ്യാപകരെ നിർബന്ധിച്ച് മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കുന്ന ഒരു പ്രവണത ഈ വർഷം
സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. കാലാകാലങ്ങളായി ഈ യാത്രാഭത്ത അതുപോലെ മൂല്യീകരണത്തിന്റെ അലവൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ദേശീയ അധ്യാപക പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിമാൻഡാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും അതേപോലെ വിദ്യാഭ്യാസ സെക്രട്ടറിയുടെയും പരീക്ഷാ സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഉയർന്ന നിലവാരമുള്ള കോഴ്സുകളും കോളേജുകളും തുടങ്ങാൻ നടപടി സ്വീകരിക്കണമെന്ന് കാഞ്ഞങ്ങാട് വികസന വേദി ആവശ്യപ്പെട്ടു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാടിന് നൽകിയ നിവേദനത്തിലൂടെയാണ് അവർ ഈ ആവശ്യം ഉന്നയിച്ചത്. കാഞ്ഞങ്ങാട് ഉന്നത നിലവാരമുള്ള കോഴ്സുകളോടെ കോളേജ് അനുവദിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് കാഞ്ഞങ്ങാട് വികസന വേദി ഭാരവാഹികൾ വൈസ് ചാൻസലറെ കണ്ടത്. എംകോം, MBA, ഫോറൻസിക് സയൻസ് തുടങ്ങിയ കോഴ്സുകൾ അനുവദിക്കാൻ നടപടി വേണമെന്നാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടത്. വികസന വേദി ചെയർമാൻ അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, ജനറൽ കൺവീനർ C. യൂസഫ് ഹാജി, അഡ്വക്കേറ്റ് MC. ജോസ്, A. ഹമീദ് ഹാജി, A. ദാമോദരൻ, T. മുഹമ്മദ് അസ്ലം, കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് തുടങ്ങിയവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെല്ലിക്കാട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് വൈവിധ്യമാർന്ന പരിപാടികളോടെ തുടക്കമായി. മംഗലാപുരം ഒമേഗ ഹോസ്പിറ്റൽ, ഹാർട്ട് സ്കാൻ, റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് നടന്നു. ഡെപ്യൂട്ടി DMO ഡോക്ടർ മുരളീധരൻ നല്ലൂരായ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളം മറ്റുള്ള ആൾക്കാരുടെ കണ്ണിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയുന്നത്. ഒരുപാട് ഹെൽത്ത് ഇൻഡീസസ്, ആരോഗ്യ ഇൻഡീസസുകൾ കേരളത്തെ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും മുകളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് സാംക്രമികമല്ലാത്ത രോഗങ്ങൾ, ഉദാഹരണത്തിന് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, മാരകമായ ക്യാൻസർ, ഹൃദ്രോഗം എന്നീ രോഗങ്ങളിൽ കേരളത്തിന് ഓരോ വർഷവും കൂടെ ആൾക്കാർ കൂടിക്കൂടി വരികയാണ്. സംഘാടക സമിതി അംഗം ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ക്യാമ്പിൽ പങ്കെടുത്ത രോഗികൾക്ക് ECG, എക്കോ കാർഡിയോഗ്രാം, ബ്ലഡ് ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ്, കാർഡിയോളജി കൺസൾട്ടേഷൻ എന്നിവ സൗജന്യ ചികിത്സയായി ഒരുക്കി. നിർധനരായ രോഗികൾക്ക് ക്യാമ്പ് സാന്ത്വനമായി. സുവർണ ജൂബിലി ആഘോഷ ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടനെ M. കുമാരൻ ആദരിച്ചു. വേണുഗോപാലൻ, പുഷ്പലത, അഡ്വക്കേറ്റ് P. അച്യുതൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. LDF ജില്ലാ ജാഥയ്ക്ക് വിദ്യാനഗറിൽ സ്വീകരണം നൽകി. നിരവധി പാർട്ടി പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുത്തു. ജാഥ ക്യാപ്റ്റൻ VS സുനിൽകുമാർ MLA മുഖ്യ പ്രഭാഷണം നടത്തി. കൈമാണി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സമരത്തിലാണ്. അതിന് കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മന്ത്രി, അതും കേരളത്തിന്റെ ധനകാര്യമന്ത്രി, കൈക്കൂലി ചോദിച്ചു വാങ്ങി എന്നതിന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രിക്കെതിരായ ആരോപണം ഉണ്ടായി. ബാറിന്റെ വിവാദത്തെ തുടർന്നാണ് ആരോപണം ഉണ്ടായത്. കേരളത്തില് 418 ബാർ അടയ്ക്കുന്നു, 312 ബാർ കൂടെ അടയ്ക്കുന്നു, പിന്നെ 312 ബാർ തുറക്കുന്നു, സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിക്കുന്നു, VM സുധീരൻ ജാഥ നടത്തുന്നു. ജാഥ അവിടെ എത്തും മുമ്പ് തന്നെ മദ്യനിരോധനം മാറി മദ്യവർജനമാകുന്നു. തുറന്ന ബാർ, അടച്ച ബാറുകൾക്കൊക്കെ ബിയർ വൈൻ ബാർ കൊടുക്കുന്നു. അങ്ങനെ പല കള്ളക്കളികൾ ഇവിടെ ഉണ്ടായി. ബിജു ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. K. കുഞ്ഞിരാമൻ MLA, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KM ബാലകൃഷ്ണൻ, VV രാജൻ, KV കൃഷ്ണൻ, PV കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി കാഞ്ഞങ്ങാട് താജ്മഹൽ എക്സ്പോ ആരംഭിച്ചു. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിനെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ. താജ്മഹൽ കാണാൻ ഇനി ആഗ്രയിലേക്ക് പോകണമെന്നില്ല. കാണികൾക്ക് വിരുന്നൊരുക്കി കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് താജ്മഹൽ എക്സ്പോ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർമാരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. അമ്യൂസ്മെന്റ് പാർക്ക്, ഫ്ലവർ ഷോ, 3D ഷോ, ഫുഡ് ഫെസ്റ്റ്, സ്റ്റേജ് പ്രോഗ്രാംസ് തുടങ്ങിയവയാണ് എക്സ്പോയിലെ പ്രധാന ആകർഷണങ്ങൾ. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവേശന സമയം. കേരളത്തിലെ ഏറ്റവും വലിയ ഈ താജ്മഹൽ എക്സ്പോ മെയ് 4 വരെ കാഞ്ഞങ്ങാട് നടക്കും. ചാമുണ്ടിക്കുന്ന് മീത്തലവീട് തറവാടിൽ വയനാട് കുലവൻ തെയ്യങ്കെട്ട് ഉത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. കൂവമ്മളക്കൽ ചടങ്ങ് നടന്നു. ചിത്താരി ചാമുണ്ടിക്കുന്ന് മീത്തലവീട്ട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ടിന് തുടക്കമായി.
ക്ഷേത്രസ്ഥാനികരുടെയും ഭാരവാഹികളുടെയും കോയ്മമാരുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ തറവാട്ടുകാരനവർ വെള്ളുങ്ങൻ കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിലേക്ക് ആദ്യ അളവ് നടത്തി കൂവംവളക്കലിന് തുടക്കം കുറിച്ചു. തുടർന്ന് ഗ്രാമത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രധാന ക്ഷേത്രങ്ങളിലേക്കുള്ള കൂവം വളർന്നു. തെയ്യംകെട്ട് മഹോത്സവം മംഗളമായി സമാപിക്കുന്നതിന് സമീപ പ്രദേശത്തെ ദേവീദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് വഴിപാടായി നെല്ലളന്ന് നൽകുന്നത്. തെയ്യംകെട്ടിന്റെ കോലാധാരികളെ നിശ്ചയിച്ച് അടയാളം നൽകുന്ന ചടങ്ങും നടന്നു. തറവാട്ട് കളിയാട്ടത്തിൽ വിഷ്ണുമൂർത്തി, വയനാട്ടുകുലവൻ തെയ്യം, രക്തചാമുണ്ടി, ഗുളികൻ, കോരച്ചൻ തെയ്യം തുടങ്ങിയ തെയ്യങ്ങളും കെട്ടിയാടും. പൂരം വിടപറഞ്ഞിട്ടും പൂരക്കളിയുടെ ആരവങ്ങൾ ഒഴിയുന്നില്ല. വിപുലമായ പൂരക്കളി സംഗമത്തിനും മറത്തുകളിക്കും നീലേശ്വരം ഒരുങ്ങുന്നു. കേരള പൂരക്കളി കലാ അക്കാദമിയും ആര്യക്കര ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘവുമാണ് സംഘാടകർ. ഏപ്രിൽ 12 ഞായറാഴ്ച നീലേശ്വരം കടിഞ്ഞിക്കടവ് ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് പരിപാടി. കാസർഗോഡ് ജില്ലയിലെ പൂരക്കളി കലാകാരന്മാർക്കും മറ്റുള്ള മേഖലകളിൽ പ്രാഗൽഭ്യം ചെലുത്തിയിരിക്കുന്നവർക്കുള്ള ഫോക്ലോർ അക്കാദമിയുടെ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നു. ആ അവാർഡ് ദാനം എല്ലാ വർഷവും ഓരോ സ്ഥലത്ത് വെച്ച് നടത്തുന്നതാണ്. ഈ വർഷം ആ അവാർഡ് ദാനം നീലേശ്വരം കടിഞ്ഞിക്കടവ് ആര്യക്കര ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടി ഇവിടെ കേരള കലാപൂരക്കളി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നീലേശ്വരം ആര്യക്കര ക്ഷേത്രത്തിൽ വെച്ച് ഈ വരുന്ന 12-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മുതൽ പ്രവർത്തനം 2 മണി മുതൽ ആരംഭിക്കുകയാണ്. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. ഫോക്ലോർ അവാർഡ് ജേതാക്കൾക്ക് ആദരവും ഒരുക്കും. പരിപാടിയുടെ ഭാഗമായി ആര്യക്കര ഭഗവതി ക്ഷേത്ര വനിതാ കമ്മിറ്റി അംഗങ്ങൾ തിരുവാതിര അവതരിപ്പിക്കും. പാണ്ഡിത്യമാറ്റുരയ്ക്കുന്ന മറത്തുകളിയും അരങ്ങേറും. കുശാൽ നഗർ ഭദ്രകാളി ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭിച്ചു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടിച്ചാത്തൻ ദേവാലയവും മുഖമണ്ഡപവും സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് കുശാൽ നഗർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭിച്ചു. ഇരവൽ കേശവ വാഴുന്നവരാണ് പൂജാതി കർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് മുന്തിക്കോട്ട് ഭാസ്കരൻ കടിഞ്ഞിമൂല നിർമ്മിച്ച കുട്ടിച്ചാത്തൻ ദേവാലയവും മുഖമണ്ഡപവും നാട്ടുകാരുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. 100 കണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മഹാപൂജയും തുടർന്ന് അന്നദാനവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമനങ്ങളിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന ആവശ്യം യുവമോർച്ച പ്രവർത്തകർ കേന്ദ്ര സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ഇൻഷുറൻസ് പ്രീമിയം തുക കൂട്ടി. മോട്ടോർ തൊഴിലാളികൾ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അന്തർദേശീയ ഫുട്ബോൾ താരങ്ങൾ എത്തുന്നു. അതിയാമ്പൂരിലെ സംസ്ഥാന ക്ലബ്ബ് ഫുട്ബോൾ മേള ആവേശത്തിലേക്ക്. തപാൽ മേഖലയും സ്വകാര്യവൽക്കരിക്കാൻ നീക്കം. സ്വകാര്യവൽക്കരണ നയത്തിൽ പ്രതിഷേധിച്ച് തപാൽ ജീവനക്കാർ സംരക്ഷണ ശൃംഖല തീർക്കും. SSLC മൂല്യനിർണ്ണയ ക്യാമ്പിൽ അധ്യാപകരുടെ പ്രതിഷേധം. വിവിധ യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്ത്. ഉന്നത നിലവാരമുള്ള കോഴ്സുകളും കോളേജും അനുവദിക്കണം. കാഞ്ഞങ്ങാട് വികസന വേദി നേതാക്കൾ വൈസ് ചാൻസലറെ കണ്ടു. ചാമുണ്ടിക്കുന്ന് മീത്തലവീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് ഉത്സവത്തിനൊരുങ്ങി കൂവമളക്കൽ ചടങ്ങ് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.